Germany Masters, we are back with lots and lots of fun. So നമ്മുടെ ഹാപ്പിനെസ് ചാലഞ്ച് നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? മറ്റൊരാളുടെ മുഖത്ത് ചിരി കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയാണ്. അതെല്ലാവർക്കും അത്ര പെട്ടെന്ന് പറ്റില്ല. ആ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നത്. എന്നോടൊപ്പം നമ്മുടെ മാസ്റ്റേഴ്സ് ഉണ്ട്. അവർ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഹായ് കാസ്, ഹായ് രാജേട്ടാ. അപ്പൊ നമ്മൾ ഹാപ്പിനെസ് ചാലഞ്ചിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഇന്ന് തുടക്കത്തിൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ടോക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ പ്രേക്ഷകർക്കും കുറച്ച് അറിവ് വർദ്ധിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് നമ്മളൊരു നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു വേദിയാണ് തരുന്നത്. ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഓരോ ടോപ്പിക്സ് തരും. അതിനെപ്പറ്റി 5 കാര്യങ്ങൾ, ആ വിഷയത്തെപ്പറ്റി നിങ്ങൾക്കുള്ള ആഴത്തിലുള്ള അറിവ് നമ്മുടെ പ്രേക്ഷകരിലേക്കൊന്ന് പങ്കിടാം എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ആ ഉദ്ദേശശുദ്ധിയോട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ രാജേട്ടൻ തന്നെ ഞാൻ ആദ്യമായിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ടോപ്പിക് ഇതാണ്, മാങ്ങാത്തൊലി. ഈ മാങ്ങാത്തൊലി മാങ്ങയുടെ പുറത്ത് കാണുന്ന ഒരു കവചം പോലത്തെ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ തിരുവനന്തപുരത്ത് ആണ് അധികം കാണുന്നത്. ഒരു മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തൊലിയോടെ, സാധനം എല്ലാവരും തൊലി എത്തിയിട്ടാണ് കഴിക്കുന്നത്. തിരുവനന്തപുരത്ത് ഞാൻ പലരും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ 2 4 കട്ട് ചെയ്തിട്ട് അതിന്റെ തൊലിയോടെ എടുത്തിട്ട് ഇങ്ങനെ കാന്ന് തിന്ന. നമ്മള് പ്രണയിക്കുന്ന ഒരു പെണ്ണ് പെട്ടെന്ന് നമ്മൾ മുറ്റത്തില്ലുമ്പോ ഇങ്ങനെ കാന്ന് നിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ പ്രണയം അവിടെ അവസാനിക്കും. അങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ തിന്നായിരിക്കുന്നതാണ് നല്ലത്. ഇതെന്തോ മാങ്ങാത്തുലിയാണ് പറയണമെന്ന് ചിലര് പറയാറില്ലേ? ഇല്ലേ? അല്ല, കുട്ടിയല്ല, അല്ല, അങ്ങനെ പറയാം. എന്തോ മാങ്ങാത്തുലിയാണ് ഇതാണെന്ന് പറയും. പിന്നെ മാങ്ങാത്തൊലി മലന്നാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. നടന്നു പോകുമ്പോൾ അത് ചവിട്ടിയാൽ പ്ലിസ്കോ എന്നൊരു ശബ്ദത്തോട് തെന്നി വീഴുമ്പം അത് വളരെ സൂക്ഷിക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി മാങ്ങാത്തൊലി നമ്മൾ കഴിച്ചതിന് ശേഷം കളയരുത്. അത് പശുക്കൾക്കോ മറ്റു മൃഗങ്ങൾക്കോ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കോ കൊടുക്കുക, അവർ തിന്നോളൂ. വളരെ ഇഷ്ടമായിട്ട് തിന്നോളൂ. മെഡിക്കലായിട്ട് അഞ്ജനം പറഞ്ഞു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. അത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കേട്ടവർക്കൊക്കെ ഉപകാരപ്രദമായിട്ട്, പ്രത്യേകിച്ച് ആ ലാസ്റ്റ് പോയിന്റ് എല്ലാവർക്കും നല്ല ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നാദികയുടെ ടോപ്പിക്കാണ് അണപ്പല്ല്. നമ്പർ 1, അണപ്പല്ല് എന്ന് പറയുന്ന മനുഷ്യന്റെ വായില് അങ്ങേ അറ്റത്ത് മാത്രം കണ്ടുവരുന്ന പല്ലിനെയാണ് അണപ്പല്ല്. ആ പല്ലിനെയാണ്, വലിയ പല്ലിനെയാണ് അണപ്പല്ല് എന്ന് പറയുന്നത്. നമ്പർ 2, അണപ്പല്ല് അണയിലല്ലാണ്ട് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ഇരിക്കേണ്ട അടുത്തിരിക്കണം. 3, അണപ്പല്ല് നിന്റെ അണപ്പല്ല് അടിച്ച് താഴ്ത്തിടും എന്ന് ദേഷ്യം പറഞ്ഞവർക്ക് പറയാനായിട്ട് നമുക്ക് അണപ്പല്ലല്ലാതെ വേറൊരു പല്ലിനെ കുറിച്ചിട്ട് അത്രയും അതുണ്ട്. ആ അണപ്പല്ല് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചവച്ചരച്ച് കഴിയുന്നത്. അപ്പൊ അത്ര സ്ട്രോങ് ആണ്. അപ്പൊ അണപ്പല്ല്, നിന്റെ അണപ്പല്ല് അടിച്ച് നിലത്തിടും എന്ന് പറഞ്ഞാൽ അതുവരെ അടിച്ചിടും എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിരിക്കും. പിന്നെ അണക്കെട്ട്, അണപൈസ എന്ന് പറയുന്ന സാധനം തമ്മിൽ യാതൊരു ബന്ധമില്ല അണപ്പല്ലിന്. അതൊരു നല്ല പോയിന്റ് ആകുന്നല്ലേ. 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അണപൈസ ഉപയോഗിച്ചിട്ട് അണപ്പല്ല് ശരിയാക്കാൻ പറ്റില്ല, നല്ല കാശ് വേണ്ടി വരും. വലിയ അണപ്പല്ലാണ് ആനയുടേത്. ഞാൻ അതിൽ തൊട്ടിട്ടുണ്ട്. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ ഷോക്ക് ചെയ്തിരിക്കണം, അപ്പൊ ഞാൻ തൊട്ട്. അങ്ങനെ ഇത് ഞാൻ വേറെ ലെവലിലുള്ള ആൾക്കാരോടാണ് സംസാരിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും അത് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ടോപ്പിക്സും ഇൻഫോർമേഷനുമായിരുന്നു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോഗ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്ന ഒരു പ്രൊഫസർ ഇവിടെ ഉണ്ട് അല്ലേ? അദ്ദേഹത്തിനോടാണ് ഞാൻ അടുത്ത ടോപ്പിക് ചോദിക്കാൻ പോകുന്നത്. സർ, താങ്കളുടെ ടോപ്പിക്കാണ് ഉണക്കമുന്തിരി. ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് മുന്തിരി കൊണ്ട് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി, അതൊരു കറക്റ്റ് ആയിട്ടൊരു പോയിന്റ്. പിന്നെ മുന്തിരി ഉണക്കിയെടുക്കുന്നതാണ് ശരിക്കും. അതായത് മുന്തിരി പുഴുങ്ങി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുമ്പോഴാണ് ഈ ഉണക്കമുന്തിരി ഉണ്ടാവുന്നത്. അത് പലർക്കും അറിയില്ലായിരിക്കും. അതിപ്പോ നമ്മള് ഞാൻ വിചാരിച്ചു മുന്തിരിക്ക് അങ്ങനെ വെയിലത്തിട്ട് ഉണക്കുന്നത്. ഞാൻ വിചാരിച്ചു ഉണക്കമുന്തിരി ആയിട്ട് ഏതോ മരത്തിൽ കിളുക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയിൽ ഗഹനമായി പഠിച്ച് അദ്ദേഹം നേടിയെടുത്ത ഒരു അറിവാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. അത് നമ്മളങ്ങനെ നിസ്സാരമായി കാണാൻ പാടില്ല. താങ്ക് യു. പിന്നെ ഈ ബിരിയാണി പോലെയുള്ള, നെയ്ച്ചോറ് പോലെയുള്ള പല ആഹാരങ്ങളിലും ഇടാൻ ഏറ്റവും ബെസ്റ്റ് അല്ലേ, അതിന്റെ ഒരു ഭാഗമാണ് ഉണക്കമുന്തിരി. അതിൻ്റെ കുരുവുള്ളതുകൊണ്ട് കുരു ഇല്ലാത്തതും ഉണ്ട്. പിന്നെ ഈ വെളുപ്പിന് പലരും പറയാറുണ്ട്, നല്ല ചൂടുവെള്ളത്തിലൊക്കെ ഒരു 4-5 ഉണക്കമുന്തിരി കുതിർത്താൽ തലേദിവസം ഇട്ട് വെക്കുന്നു. തലേദിവസം വെള്ളത്തിൽ കഴിക്കണം. പിന്നെ ഈ ഉണക്കമുന്തിരി കൊണ്ട് ആരെങ്കിലും തലേദിവസം ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് ഉണക്കമുന്തിരി വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കളയും. പച്ചക്കാൻ കഴിച്ചാൽ പോലും അതാണ് അതിന്റെ ഒരു പ്രോസസ്സിങ്. അതെ. പിന്നെ ഈ ഉണക്കമുന്തിരി കൊണ്ട് ഏറ്റവും കൂടുതൽ സിനിമയിൽ പ്രയോജനം ചെയ്തിട്ടുള്ളത് നസീർ സാറിനാണ്. പ്രേം നസീർ സാർ. അദ്ദേഹം ചില എന്താണ് ഈ CID ഓഫീസറൊക്കെ ആയിട്ട് വേഷം മാറും.
അത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് വന്നിട്ട് ഒട്ടിച്ചൊരു മീശ ഉണ്ടാവും, ഇവിടെ ഒരു ഉണക്കമുന്തിരി ഉണ്ടാവും. എന്നിട്ട് ഇത് മരുടെ അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ രാശനാണ് അമ്മ. ഏത് കൊച്ചു കുഞ്ഞിന് മനസ്സിലാവും. വേറെ ഉണക്കമുന്തിരി ഉണ്ട്, വേറെ സാധനമുണ്ട്. അതായത് നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് വെയിലത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഉണക്കമുന്തിരി അല്ലേ ആവും. രാജേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഉണക്കമുന്തിരി എന്നൊരു ടോപ്പിക്കാണല്ലോ നമ്മൾ തുടങ്ങിയത്. അതിനെപ്പറ്റി ഒരു കഥ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ രാജേട്ടൻ പറയാൻ പറ്റുമോ? അതിനെ കുറിച്ചോ? ഈ ഭൂലോകത്തിന് താഴെയുള്ള എന്തിനെ കുറിച്ച് വെച്ചാലും രാജേട്ടൻ ഒരു കഥ ഉണ്ടാവും. അല്ലാതെ അങ്ങനെ ഉണ്ട്. ഞാൻ തരക്കേടില്ലാത്തൊരു കുക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹോബിയാണ്. നല്ല ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കും, അല്ലാതെ കറികളൊക്കെ ഉണ്ടാക്കും. ലൊക്കേഷൻ പോകുമ്പോൾ മോഹൻലാൽ ഞാനും കൂടെ ഒന്നിച്ച് ആറാന്തപുരാനൊക്കെ ഒരു വീടെടുത്തിട്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ കുക്കിങ്. അതിനകത്ത് നന്നായിട്ടുണ്ടാക്കി ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിലാണ് സന്തോഷം, അല്ലാതെ ഒന്നും ഒറ്റയ്ക്ക് അടിക്കുന്നതിലല്ല. അപ്പോൾ ദുബായിൽ ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ താമസം പറഞ്ഞു, അജയ് ചന്ദ്രൻ എന്നൊരാളുടെ കൂടെ താമസിച്ചപ്പം എൻ്റെ പാർട്ണറായിരുന്നു അനന്തപത്രത്തിന്. പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം ഒന്ന് മീൻ കൂട്ടുന്നുണ്ട്, നന്നായിട്ട് ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സാധനങ്ങൾ തരുമോ? അങ്ങനെ ഞാൻ അവിടെ കുക്കില്ല അവിടെ അന്ന്. ഞാൻ ഡ്രൈവറിന് ലിസ്റ്റ് കൊടുത്തു. ഈ പറഞ്ഞ ഒരു നവര എന്നുള്ള മീനുണ്ട്, അതിന് മുളക് പൊടി, മറ്റേത് പൊടി, പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതുണ്ടല്ലോ കൊടംപുളി മസ്റ്റാണ്, ഇതെല്ലാം കൂടെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഫിഷ് കട്ട് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ഞാൻ ഈ മീൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടംപുളി നിങ്ങൾ എന്തോ ഇവിടെ വലിയ സൈസല്ലേ, അല്ല ഇവിടുത്തെ കൊടംപുളി ദുബായിൽ ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഈ മീൻ വെച്ച് കഴിഞ്ഞിട്ട് അന്ന് ഊണ് കഴിക്കാൻ നേരത്തെ എല്ലാവർക്കും വിളമ്പിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര ടേസ്റ്റ്, നന്നായിരിക്കുന്നു. ചട്ടി വടിച്ച് വയ്ക്കാന്നല്ല, അങ്ങനെ ക്ലീനായി. അതിൻ്റെ അടുത്ത് ഞാൻ പോകാൻ നേരത്ത് ഡ്രൈവർ വന്നു, സാർ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. എന്ത്? ഞാനൊരു തെറ്റ് ചെയ്തു സാർ, കുറ്റബോധം കൊണ്ട് എനിക്ക് ഉറങ്ങും, സാറ് പോണതിന് മുമ്പ് പറയണമെന്നുണ്ട്. ഞങ്ങൾക്ക് എന്താണ് സാറ് കൊടംപുളി എന്ന് പറഞ്ഞത് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്നത് ഉണക്കമുന്തിരിയായിരുന്നു. അതെന്താണോ ചെയ്യുന്നത്? എനിക്കറിയണോ ഞാൻ കുടംപുളി എന്ന് പറഞ്ഞാൽ ഉണക്കം. അപ്പോൾ എനിക്ക് മനസ്സിലായി കുടംപുളി ഇട്ട് മീൻ വെച്ച് പകരം ഈ ഉണക്കമുന്തിരി ഇട്ടല്ലേ അത് ടേസ്റ്റ് വരാമെന്നുള്ളൊരു സംഭവമാണ്. ഇത് ലോക സിനിമയിൽ അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും കുടംപുളിക്ക് വരാൻ ഉണക്കമുന്തിരി ഇട്ട്. രാജേട്ടൻ ഡിറക്ഷനിലേക്ക് ചിന്തിക്കുന്നുണ്ടോ, അതോ ചിന്തിക്കാത്തതാണോ? അങ്ങനെ ഒരു സൈഡിലോട്ട്? അയ്യോ, അതൊക്കെ ബുദ്ധിയുള്ളവർക്കുള്ളതാണ്, എന്നെ പോലെയുള്ള ആൾക്ക് പറ്റില്ല. എന്നാത്തെ 2-3 കാര്യമുണ്ട്. ഒന്ന്, എനിക്ക് പ്രൊഡ്യൂസർ ആവാനാണ് ഇഷ്ടം. എന്താ പറയുക, എനിക്ക് ഡയറക്ടർ എന്ന് പറയാമല്ലോ, റൂമിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഡിസ്കഷൻ ടൈമിന് പറയും, ഇത് ഇങ്ങനെ എടുത്താൽ നന്നായി എങ്ങനെ ഇരിക്കുന്നതൊക്കെ പറയാം. മറ്റേ ഡയറക്ഷനിൽ ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് ഒന്നാമത് എനിക്ക് പൊതുവേ ഒരു വെപ്രാളവും അതിൻ്റെ കൂടെ ക്ഷമക്കുറവുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു സമാധാനമായിട്ട് അത് അറിയാമെന്നുള്ളവരെ ആ പണി ഏൽപ്പിക്കുക. നമ്മൾ മാറിയുന്ന കാര്യങ്ങളൊക്കെ പറയാം. സ്ക്രിപ്റ്റിൻ്റെ ചർച്ചയിൽ ഫുൾ ഇരിക്കാറുണ്ട്, ഷൂട്ടിങ്ങിന് ഫുൾ നിൽക്കും, ഡബ്ബിങ്ങിന് ഫുൾ ഞാൻ അറ്റൻഡ് ചെയ്യും, റീ റെക്കോർഡിങ്, അതിൻ്റെ സെൻസറിങ് കഴിയുന്നവരെ, പിന്നെ അതിൻ്റെ പബ്ലിസിറ്റി, ഇതിൻ്റെ കൂടെ നിൽക്കും. ഞാനിത് പടം ലാഭത്തിൽ തീർത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, എൻ്റെ ഒരു പാഷനാണ് സിനിമ. ഇങ്ങനെ എൻ്റെ ഇടപാടിൽ കൂടെ ഇതിൽ കൂടെ ഒരു പടം വരുന്നില്ലേ, അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ നസീർക്ക ഇനി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാനാണോ? അല്ല, ബുദ്ധിയുള്ളവരെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് നിൽക്കാമല്ലോ. പിന്നെ അല്ല, അതല്ല പോയിന്റ്. ഈ വാശിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ നമ്മള് മൂവിയെ പറ്റി, മൂവി മേക്കിങ്ങിനെ പറ്റി ഒക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്നത് സ്പെഷ്യൽ സ്കിറ്റ് ആണ്. അവരുടെ മേക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കി പൊട്ടിച്ചിരിച്ചിട്ട് തിരിച്ചു വരാം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുക, നമുക്ക് 2 പേർക്കും വീട്ടിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ. ഇവിടെ വന്ന് നീ വനിതാ കമ്മീഷൻ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിന്നെ പോലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അന്നേരെ വനിതാ കമ്മീഷന് കൊണ്ട കംപ്ലൈന്റ് കൊടുക്കും, ഉടനെ അവരത് ഒത്തു തീർക്കും. അപ്പൊ ഈ ആണുങ്ങളുടെ പ്രശ്നം കേൾക്കാനായിട്ട് ഇവിടെയൊന്നും ആരുമില്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രശ്നം. പറഞ്ഞു കഴിഞ്ഞോ? പറയാനുള്ളതൊക്കെ ഞാൻ പറയും. നിങ്ങളോട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു എന്നോട് സംസാരിക്കാൻ വന്നേക്കരുതെന്ന്. എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ കാര്യം ഞാനല്ല, പിന്നെ വേറെ വല്ലതും വന്ന് പറയൂടി. പിന്നെ എന്റെ കാര്യം പിന്നെ ഞാനല്ലാതെ വേറെ വല്ലതും ചെന്ന് പറയൂ. എന്തുവാടി ഇത്രത്തോളം അങ്ങ് പറയാനുള്ളത്? അയ്യോ, നിങ്ങൾക്ക് പറയാനേ ഉള്ളു. ഒരു കാര്യം ഓർക്കണം, ഇതൊരു ഓഫീസാണ്, ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പാടില്ല. ഓ, ഇത്ര മര്യാദക്കാരിയാണുള്ളൂ. ആണ്. എന്റെ മര്യാദക്ക് എന്താ ഒരു കുഴപ്പമുള്ളത്? എന്നതാടി നിന്റെ മര്യാദ? എന്നതാ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മര്യാദ എന്താണോ? ഇത്രയും വർഷം നിങ്ങളെ സഹിച്ചില്ലേ, അത് തന്നെ എന്റെ ഒരു മര്യാദയാ. ഇടി, ഇതൊരു ഓഫീസാണ്. മര്യാദ, ഇത് നിന്റെ വീടല്ല കിടന്ന് ചലക്കാനായിട്ട്. എന്താ കുറ്റം ഉണ്ടായിട്ടാ നീ കൊണ്ട് കംപ്ലൈന്റ്?
മിണ്ടരുത് മിണ്ടരുതെന്ന്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, മിണ്ടരുത്, മിണ്ടരുത്. എന്നോട് തന്നെ നിങ്ങൾ മിണ്ടരുത്. നീ എന്തിനാണ് എന്നോട് മിണ്ടിക്കൊണ്ട് വരുന്നത്? കൂടുതൽ സംസാരിച്ചിട്ട് വന്നവരെ. സാധനം ആരെയും അലക്കി ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഒന്നുമില്ല പ്രശ്നം. ഞങ്ങൾ തമ്മിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് പറഞ്ഞ് തീർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വനിതാ കമ്മീഷൻ അടുത്ത് പറഞ്ഞ് ഡൈവോഴ്സ് വേണം അവൾക്ക്. അതെ, ഇത് വനിതാ കമ്മീഷനാണ്. ഇതാണ് വനിതാ കമ്മീഷൻ. എന്നിട്ട് ആണാണല്ലോ വന്നത്, പെണ്ണുങ്ങളല്ലേ സാധാരണ വനിതാ അല്ല, കമ്മീഷൻ. മാഡം എത്തിയിട്ടില്ല. മാഡം എത്തും. ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. എന്താ പ്രശ്നം? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ്? പ്രശ്നമൊന്നുമില്ലെന്നേ, ഞങ്ങൾ തമ്മിലൊരു ചെറിയ പ്രശ്നമാണ്. അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാനുള്ള വിഷയമുള്ളൂ. അതെന്താണ് പ്രശ്നം? ഒന്നുമില്ല സുഹൃത്തെ. അതിനിപ്പോ എന്താ അറിയണോ വെച്ചാൽ അവളല്ലേ കിടന്നും പറയുന്നത്, അവളല്ലേ കംപ്ലൈന്റ് കൊടുത്തത്. അവളോട് വരും എന്നാ പ്രശ്നം. സാറേ എന്താന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ സത്യത്തിൽ ഒന്നുമില്ല സാറേ. ഇതൊക്കെ ചെറിയ ഉള്ളി പൊളിച്ച കേസ് കേട്ടുള്ള അതാണ് ഇത്ര പൊക്കി പിടിച്ച് ഇവിടെ കേസായിട്ട് കൊണ്ടു കൊടുത്തിരിക്കുന്നത്. എന്നാലും ഒരു കാര്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അതല്ല ഞാൻ സാറിനോട് പറഞ്ഞേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പ്രശ്നമുള്ളത് അവക്കാണ്. അപ്പൊ നിങ്ങൾ അവളോട് ചോദിച്ചു പറയാം മാഡം. എന്താ ഇങ്ങനെ കാര്യം പറയാനൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട കാര്യം പോലും ഇതിന്റെ അകത്തില്ല. നിസ്സാര പ്രശ്നമാണ്. അതെ. അങ്ങനെയുള്ള ഒരു പ്രശ്നം എന്തിനാണ് 10 പേരെയും കൂടെ അറിയിച്ചിങ്ങനെ വന്നത്? ഇപ്പൊ ഇവിടെ വരാനുണ്ടായ പ്രശ്നം എന്താണ്? എന്റെ പേരിലാണ് പ്രശ്നം എന്ന് അവള് പറയുന്നു. അപ്പൊ അവളോട് ചോദിച്ചാൽ ആ പ്രശ്നം എന്താണെന്നറിയാൻ പറ്റുള്ളൂ. ചേച്ചി എന്താണ് കാര്യം? എന്താണ് തുറന്നു പറയും. ഞാൻ പറയാം. ഈ സാറേ പ്രശ്നം ഒന്നുമില്ല സാറേ. കുറെ നേരമായില്ല, ഒന്നുമില്ല. അവരെ കൊണ്ട് പറയിപ്പിക്കട്ടോ. അവര് കാര്യം പറയട്ടെ, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ഒന്നുമില്ലാത്തോണ്ടല്ലേ ഞാൻ ഒന്നുമില്ല. താൻ മിണ്ടരുത്. ഇത് തന്നെ സാറേ പ്രശ്നം. എന്റെ വാ തുറക്കാൻ ഇങ്ങനെ സമ്മതിക്കത്തില്ല എന്നെ. എന്റെ പൊന്നു സാറേ, വാ തുറന്നാൽ ഇവളുടെ നാക്ക് ഇവിടെ അങ്ങ് നിൽക്കുകയല്ല, അതുകൊണ്ടല്ലേ വാ തുറപ്പിക്കാൻ. എന്റെ സാറേ ഇത്രയും കുലീനെ സത്യസന്ധയായ ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ പറയുന്നത് അറിയാമോ? നിന്റെ കുലീന എവിടെയാണ്? നിന്റെ കുലീന നിങ്ങൾ രണ്ടുപേരും അടങ്ങി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഒന്ന് കേൾക്കട്ടെ. ചേട്ടനൊന്നും മിണ്ടാതിരി. ചേച്ചി പറ, എന്താണ് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നം? കല്യാണം കഴിഞ്ഞ ഏതൊരു സ്ത്രീ ഒരുപാട് പ്രതീക്ഷയോടെ ഭർത്താവിന്റെ വീട്ടിലോട്ട് ചെല്ലുന്നത്. ഇതൊക്കെ തന്നെയാണ് എല്ലാ പുരുഷന്മാരും. കല്യാണം കഴിഞ്ഞ് വളരെയേറെ പ്രതീക്ഷയോട് കൂടിയാണ് അവൻ ആ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്റെ പൊന്നു ചേട്ടാ, മിണ്ടാതിരിക്കും. ചേച്ചി പറയട്ടെ, എന്നിട്ട് ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് വരാം. ചേച്ചിയുടെ മാത്രം വാദം കേട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ കേൾക്കാൻ ഞാൻ തയ്യാറാണ്, സന്നദ്ധനാണ്. ചേട്ടൻ മിണ്ടാതിരിക്കും. ചേച്ചി പറ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം വീട്ടിലോട്ട് ചെല്ലുമ്പോ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ സാറേ. അതൊക്കെ എന്തിനാ അന്യപുരുഷനോട് പറയുന്ന ഒരു ഫസ്റ്റ് നൈറ്റിലെ കാര്യമൊക്കെ? ഞാൻ പറയും, ഞാൻ എല്ലാരോടും പറയും. ഞാൻ പറഞ്ഞു ശൗന്ദര്യ, എന്നോട് ഇവിടെ പറയാണ്, ആ കേസ് ഇവിടെ പറയരുത്. എന്തോ റോങ് ഉണ്ട് അതിനകത്ത്. ചേട്ടൻ ഒന്നുമില്ല. ഞാൻ കേൾക്കട്ടെ. ഉണ്ട് സാറേ, എനിക്ക് പറയാനുണ്ട്. ഞാനത് പറയും, ആരുടെ മുന്നിലും ഞാൻ പറയും. ഞാൻ നിന്നോട് പറയാം, നമ്മുടെ ഫസ്റ്റ് നൈറ്റിലെ കാര്യം ഒന്നും നീ ഇവിടെ സംസാരിക്കാൻ നിൽക്കരുത്. ചുമ്മാതിരി. ചേച്ചി പറയട്ടെ, പറയ്. സാറേ, ഫസ്റ്റ് നൈറ്റിൽ എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ തന്നെ റൂമിലേക്ക് കയറി ഒരു ഗ്ലാസ് പാലുമായിട്ടാണ് വന്നത്. ചേച്ചി ചുമ്മാ ചേട്ടാ. ചേച്ചി പറയട്ടെ, പറ. പാല് കുടിച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു. കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു എന്നാ ലൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ കിടന്നു. ഒരു 3 മണിയായി കാണും സാറേ. അപ്പോഴാ സാറേ ഇങ്ങനെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നത്. താൻ തനി കാട്ടാളനായല്ലോ. എടോ, ഇതൊക്കെ വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലേ? ഈ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ താൻ ഇങ്ങനെ പിച്ചിപ്പറ കാര്യങ്ങളൊക്കെ എടോ. ഇങ്ങനെ വിചാരിക്കുന്ന പോലത്തെ കാര്യമൊന്നും അല്ല അവള് പറഞ്ഞു. അവള് വേറെ എന്തോ പറയുന്നത്. പിന്നെ 3 മണിക്ക് എന്താണ് സംഭവിച്ചത്? അല്ല സാർ ഉദ്ദേശിച്ച അങ്ങനല്ല. പിന്നെ 3 മണി ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്നിരുന്ന ബെഡെല്ലാം നനഞ്ഞിരിക്കുന്നു സാറ്. മഴ പെയ്തല്ലേ? എടോ, ചോർന്നടിക്കുന്ന റൂമിലാണോ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നത്? എന്റെ സാറ് ചോർന്നടിക്കുന്ന റൂമൊന്നും അല്ല. ആ മനുഷ്യൻ കിടക്കെ കിടന്ന് മുള്ളു. അല്ല, അത് എന്റെ ഭാഗത്തുള്ള തെറ്റല്ല, എന്റെ മനസ്സിന്റെയാണ്. ഞാനതേ ഈ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ സിനിമാ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുന്നതായിട്ട് സ്വപ്നം കാണും. അങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ഇടവേള വെക്കുമല്ലോ. ഇടവേള സമയത്ത് എല്ലാരും പോയി മൂത്രം ഒഴിക്കുമല്ലോ. ഞാനും അങ്ങനെ ഇടവേളയാണെന്ന് പറഞ്ഞ് സിനിമ കാണുവാന്ന് പറഞ്ഞ് പോയി എണീറ്റ് മൂത്രം ഒഴിക്കുന്നത്. അത് എവിടെയാ എന്താണെന്നൊന്നും ഒരു പിടുത്തം കിടത്ത്. എല്ലാം മനസ്സിന്റെ ഒരു പ്രശ്നമാണ്. സ്വന്തം ബെഡിലിട്ടാണ് മൂത്രം ഒഴിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പിരിയാനൊക്കെ ശ്രമിച്ചാൽ എങ്ങനെയാണ്? ചേട്ടൻ ബെഡിലും ഉള്ളതല്ലേ ചേട്ടന്റെ പ്രശ്നം? ഇങ്ങനെ അറിയാതെ പറ്റിപ്പോകുന്നതാണ്. അതൊരു അസുഖമാണ്, അതൊരു രോഗമാണ്. വണ്ടിപ്പെരിയാറിലെ എനിക്കറിയാവുന്ന ഒരു വൈദ്യനുണ്ട്. ഈ വൈദ്യനെ ചെന്ന് കണ്ട് നിങ്ങളുടെ അസുഖത്തെ കുറിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യൻ നിസ്സാരമായിട്ട് തങ്ങോട്ട് പിഴുതു ദൂരെ എറിഞ്ഞു കളയാ. അതല്ല, നിങ്ങളുടെ അസുഖത്തിന് വൈദ്യൻ പിഴുത് ദൂരെ എറിയും. വേരോടെ പിഴുതെറിയും. പിന്നെ നിങ്ങൾ ഒരിക്കലും ബെഡിലും ഉള്ളണ്ട വരില്ല. ആണോ? അത്രേ ഉള്ളൂ.
അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആ വൈദ്യനെ പോയി കണ്ടത് വേറെ പിഴുതെറിക്കഞ്ഞു ദൂരെ കളഞ്ഞാൽ പിന്നെ അസുഖം ഞാൻ ഉണ്ടാവും. പറയാൻ തരാം, ഇപ്പൊ തന്നെ പോയിക്കോ. ഞാൻ അന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ശ്രമിച്ചതാ സാറേ. നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്ന് വിചാരിച്ചതാ. എത്ര ആളായി കല്യാണം കഴിച്ചിട്ട്? 16 വർഷം. എത്ര കുട്ടികളുണ്ട്? 6 കുട്ടികള്. 16 വർഷമായ 6 കുട്ടികളുമായിട്ട് നിങ്ങൾ ഫസ്റ്റ് നൈറ്റിലെ കാര്യവും പറഞ്ഞ് ഇപ്പോഴും തല്ലുകൊടുത്തു പോണു. അല്ല ഇപ്പം ആണാവൂലേ? സാറേ ഇപ്പം ഇതൊക്കെ നിസ്സാര കേസ്. ഒന്ന് വണ്ടിപ്പെരിയാർ വരെ പോവുക, പിഴുത് ദൂരെ എറിയുക, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ സാറേ ചേട്ടാ നമുക്ക് വണ്ടിപ്പെരിയാർ പോയിട്ട് ചെയ്യാം. പക്ഷെ പ്രശ്നം തീർന്നല്ലോ. പ്രശ്നങ്ങൾ തീർന്നല്ലോ. അങ്ങനെ അങ്ങ് പൂർണ്ണമായിട്ടും തീർന്നെന്നൊന്നും പറയാൻ പറ്റത്തില്ല സാറേ. ഇനി എന്താണ് ചേച്ചി പ്രശ്നം? സാറേ ഈ കല്യാണം കഴിഞ്ഞ് ഏതൊരു സ്ത്രീയുടെ ഒരു ആഗ്രഹമാണല്ലോ ഹണിമൂണിന് പോവാന്നുള്ളത്. ആ. ഞാനും അങ്ങനെ ആഗ്രഹിച്ചു. അതെ. സാറേ ഞങ്ങള് രാജധാനി എക്സ്പ്രസ്സിലായിരുന്നു ഞങ്ങളുടെ ഹണിമൂണിന് പോന്നെ. ട്രെയിനിലോ ഹണിമൂൺ ആഘോഷിച്ചു? അയ്യോ അങ്ങനല്ല, എന്റെ ആങ്ങളെ അവിടെ ഡൽഹിയിലാണല്ലോ ജോലി. അവൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ താജ്മഹൽ കാണിക്കാന്ന് പറഞ്ഞ 2 ടിക്കറ്റ് ഞങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു. നിങ്ങൾ ട്രെയിനിൽ പോയി? അതിന്റെ കാശ് ഞാൻ അവന് ഗൂഗിൾ പേയിൽ ഇട്ടും കൊടുത്തു. പിന്നെ 16 വർഷം മുമ്പ് ഗൂഗിൾ പേ. പക്ഷെ നേരിട്ട് കണ്ടപ്പോ ഞാൻ അവന് ആ കാശ് കൊടുക്കുമല്ലോ. ഗൂഗിൾ പേ ഒക്കെ വിട്, അതൊക്കെ പോട്ടെ. നിങ്ങൾ കാര്യത്തിലേക്ക് വാ. ട്രെയിനിൽ കയറി നിങ്ങൾ പോയി. ഞങ്ങൾ അങ്ങനെ അടിമൂണിനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോ ഞങ്ങളുടെ കൂടെ വേറൊരു മലർവാടിയും കൂടെ ഉണ്ടായിരുന്നു സാറേ. മലർവാടി? മാർവാടി ട്രെയിനിന്റെ അകത്തെ. ഓ ഹിന്ദിക്കാരൻ. പുള്ളിക്കാരനുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും മേളത്തെ ബെർത്ത് ആണെങ്കിൽ ചേട്ടന്, നടുക്കത്തെ ബെർത്ത് മാർവാടിക്ക്. അപ്പൊ ചേച്ചി എവിടെ കിടന്നത്? ചേച്ചി എവിടെ കിടക്കുന്നതെന്ന് അന്വേഷിക്കാനാണ് ഇപ്പൊ. അല്ല കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളെല്ലാം വിശദമായിട്ട് ആ ചേച്ചി ഏറ്റവും അടുത്ത് കിടക്കും. ബാക്കി പോട്ടെ. ഇതുപോലെ തന്നെ ഒരു 3 ശാന്തമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും സാറേ. ഒരു 3 മണി ആയപ്പോഴത്തേക്ക് ഈ മാർവാടി കിടന്ന് അങ്ങോട്ട് ബഹളം വെക്കാൻ തുടങ്ങി. പാനി പാനി പാനീന്ന്. പുള്ളി വെള്ളം വിൽക്കുന്ന കച്ചവടക്കാരനായിരുന്നോ? അല്ലാന്ന്, ട്രെയിൻ മുഴുവൻ മുങ്ങി സാറേ. ഇങ്ങോട്ട് മൂത്രം കൊണ്ട് ബർത്തിലിട്ടും പുള്ളിയല്ലേ? ഈ സിനിമാ തിയേറ്റർ ആണെന്നുള്ള രീതിയിലേ താൻ എപ്പോഴും എന്തിനാ സിനിമാ തിയേറ്ററാണെന്ന് സങ്കല്പിക്കുന്നത്? അന്നേരമാണ് മുള്ളത്. ഇടവേള എന്റെ മനസ്സിൽ ഓർമ്മ വരും. ഞാൻ അന്നേരം എണീറ്റ് അങ്ങ് മുള്ളുകയും ചെയ്യും. അങ്ങനെ ട്രെയിൻ പിടിച്ചിട്ട് 3 മണിക്കൂർ പിടിച്ചിട്ട് അവസാനം അടുത്ത ട്രെയിൻ എനിക്ക് നാണക്കേട് സാറ്. ഞാൻ എങ്ങനെ പോകും സാറേ ഈ മനുഷ്യന്റെ കൂടെ? അല്ല സാറിന് എന്തെങ്കിലും അല്ല ഇനിയിപ്പം നമുക്ക് ഞങ്ങളുടെ പ്രശ്നം എന്താ, ഞങ്ങള് ഫസ്റ്റ് വണ്ടിക്ക് തന്നെ വണ്ടിപ്പെരിയാറിന് പോകും. അതാണ് നല്ലത്. അതാ നല്ലത്. മാഡത്തിനൊന്നും അല്ല മേഡം അതെ നമ്മൾ രണ്ടുപേരും മരുന്ന് കാണുന്നു, അത് കഴിക്കുന്നു, പേരോടെ പിഴുതെറിയുന്നു. അപ്പൊ പ്രശ്നം തീർന്നില്ല. പിന്നെ എന്തിനാ മേഡത്തെ തീർന്നു? പക്ഷേ ഞാൻ സുശീല ചേച്ചിയോടൊക്കെ പറഞ്ഞതാ, ഞാൻ അവരെ കണ്ടിട്ടേ വരത്തുള്ളൂ. എടി അവരോട് പറ, ഞങ്ങൾ പ്രശ്നം പറഞ്ഞു തീർത്തു. നാളെ ഒരിക്കലേ നിങ്ങളുടെ സ്വഭാവം മാറത്തില്ലെന്ന് എങ്ങനെ അറിയാം? ആരോടോ ഇതൊക്കെ? ഒരു കാര്യം ചെയ്യും. ഇന്നലത്തെ ഫയൽ എന്തേ? ഇന്നലത്തെ ഫയൽ എന്താണോ? വേഗം എടുത്തോണ്ട് വാ. ചെല്ല് എന്ന് പരിചയപ്പെട്ടോ. ഗുഡ് മോർണിംഗ് മാഡം. ഈ ഉച്ചപ്പം 12 മണിക്കാണോ? ഗുഡ് മോർണിംഗ്. നിങ്ങൾ രാവിലെ വന്നിരുന്ന രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് കിട്ടിയല്ലോ. 12 മണിക്ക് കയറി വന്നോണ്ടല്ലേ ഉച്ച ഗുഡ് മോർണിംഗ് ആയിപ്പോയത്. നിങ്ങളൊക്കെ ആരാ? എന്താ ഇവിടെയൊക്കെ കയറി ഇറങ്ങി തിരക്കുന്നേ? ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് ആ മറ്റേ സാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. വണ്ടിപ്പെരിയാറിന് പോവുക. അയാൾ വേഴോടെ പിരിതെറിയുമ്പോൾ ആ പ്രശ്നം അങ്ങ് തീരും. അപ്പൊ പിന്നെ ഞാൻ എന്തിനാണോ ഇവിടെ ഇരിക്കുന്നത്? അല്ലിപ്പം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മാഡം. പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെ പരിഹരിക്കാനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ? ഞാൻ പറഞ്ഞില്ല നമുക്ക് ആ വഴിക്ക് പോയാൽ അവിടെ ഇവിടെ വരെ വന്നതല്ലേ? കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾ കല്യാണം കഴിച്ചാണോ? ഭാര്യയും ഭർത്താവുക. ആണോ? കുട്ടികളുണ്ടോ? ഉണ്ട്. എത്ര കുട്ടികള്? 6. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. മൂത്ത കുട്ടി എന്ത് ചെയ്യുന്നു? അവൻ 6ാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും 7ാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേർന്നു. എന്നാ പിന്നെ അനുഭവിച്ചോ. പിന്നെ പോകുമ്പോ നിങ്ങൾ ഈ 2 മാസം ലോക്ക്ഡൌൺ ആയ സമയത്ത് നിങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയത്? അതിപ്പം പുള്ളിക്കാരൻ ആ സമയത്തൊക്കെ പുറത്തായിരുന്നു. പുറത്തോ? ഇവിടെ ബാർ അടച്ചു, ബിവർ അടച്ചു, കടയടച്ചു, മോളടച്ചു, എല്ലാം ഞങ്ങളുടെ സർക്കാർ അടപ്പിച്ചു. പിന്നെ താനിത് എവിടെ അടോ പോയത്? സർക്കാർ എല്ലാം അടപ്പിച്ചില്ലേ? ആ സർക്കാരിനോട് പറഞ്ഞ് ഇവളുടെ വായും കൂടെ ഒന്ന് അടപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ആ വീട്ടിൽ ഇവളുടെ നാക്ക് മേടിച്ച് ഞാൻ പുറത്തായിരുന്നു 2 മാസം. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ എന്റെ പ്രശ്നം ഞാൻ പറയാമല്ലേ മേഡം. ഇപ്പൊ ഏതാ നീ ആണല്ലോ ഇതെല്ലാം എടുത്തിട്ടത്. ഞാൻ പറയാം മേഡം. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ? മുടിയാണ് എന്റെ പ്രശ്നം. മുടിയോ? മുടി അങ്ങനെ പ്രശ്നമാകുന്നത് എന്ന് പറഞ്ഞാൽ ഇവൾ ഉണ്ടാക്കിക്കൊണ്ട് തിന്നാൻ കൊണ്ട് തരുന്ന എല്ലാ സാധനത്തിലും മുടിയാണ്. നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം ചോദിച്ചാൽ അതിന്റെ അകത്ത് നീർക്കോലി കിടന്ന് കളിക്കുന്ന പോലെ മുടി കിടന്ന് കളിക്കുന്ന കാണാൻ പറ്റും. മുടിയാണ് പ്രശ്നം. ഇവരുടെ മുടിയാണ് പ്രശ്നം. എന്തുണ്ടാക്കിയാലും മുടിയാണ്. അപ്പൊ ഞാനൊരു പരിഹാരം പറയാം. നിങ്ങൾ മുടി മുറിക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അയ്യോ അത് അപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടല്ലോ മാഡം. എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ മനുഷ്യന് കിടക്കെ കിടന്ന് മുള്ളു. അപ്പൊ ഞാൻ ഇനി പരിഹാരം പറയാം. നിങ്ങൾ മുടി മുറിക്കുക.
നിങ്ങൾ മുടി മുറിച്ചാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ മുടി മുറിക്കാം. മുടി മുറിക്കേ. അപ്പൊ പിന്നെ തീർന്നില്ല പ്രശ്നം. ഇല്ലില്ല, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയേക്കുന്ന മുടിയാ, ഞാനതൊന്നും മുറിക്കത്തില്ല. അയ്യോ, എന്ന് വെച്ചാൽ കിലോമീറ്റർ കണക്ക് നീളത്തെ അങ്ങ് കിടക്കുമല്ലേ. പെണ്ണുമ്പിള്ളെ നിങ്ങൾ മുടി മുറിക്കാൻ നോക്ക്, അപ്പൊ പ്രശ്നം തീരും. മുടി മുറിക്കടേ, അപ്പൊ അതെ, പ്രശ്നം തീരുവടി. ഒരു മിനിറ്റ്. നിങ്ങൾ ഈ പെണ്ണുമ്പിള്ളേനെ കല്യാണം കഴിക്കാൻ പോയപ്പോ ഇവരെ കണ്ടിട്ടല്ലായിരുന്നോ കല്യാണം കഴിച്ചത്? പെണ്ണ് കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പൊ നിങ്ങളുടെ കണ്ണിൽ എന്താ മത്ത കുത്തിയിരുന്നോ? അല്ല, ആ സമയത്ത് ഈ ലഡുവും ജിലേബിയും ഒക്കെ കൊണ്ടുവന്നപ്പോ എന്റെ കോൺസെൻട്രേഷൻ മൊത്തം അങ്ങോട്ട് പോയി. മുടിയിലേക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ, എന്നാ പിന്നെ അനുഭവിച്ചോ. എടോ, ഇതാണോ തന്നോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ ഫയല്? എടോ, ആ മഞ്ഞ ഫയൽ എന്തേ? ഫയൽ കൊണ്ടുവന്നിരിക്കുന്നു. മഞ്ഞ ഫയൽ എടുത്തോണ്ട് പാടോ. നമുക്ക് പോവാനോ? നമുക്ക് പോകാതാ നല്ലത്. പോകാൻ വരട്ടെ. എന്നാ? ഞാൻ ഇവിടെ പരിഹാരം കാണാനായിരിക്കുന്ന. പരിഹാരം കണ്ടു വന്നിട്ട് പോയാൽ മതി. അവിടെ വെയിറ്റ് ചെയ്യും. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞ് ഞങ്ങൾ പരിഹരിച്ചോളാം മാഡം. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കാനാണ്. പിന്നെ ഇങ്ങോട്ടായിരുന്നാലും വന്നത് എന്തിനാ? ഞാൻ പരിഹരിച്ചു തരും. ഞാൻ പരിഹരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നീക്കാൻ മതി. എന്ത് കഷ്ടമാണ് ഇതിപ്പോ. വേലിയിരുന്ന് എടുത്ത്. എന്താ? നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് മേഡം ലീവായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾക്കൊന്നും പോകണ്ടേ? ഏത് നേരം ഇവിടെ കുത്തിയിരുന്നാ മതിയോ? എന്താ കാര്യം പറ. മേഡം, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എൻ്റെ ഭർത്താവിന് മുടി നീട്ടി വളർത്തുന്നതാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് മുടി വെട്ടുന്നതാണ് എനിക്കിഷ്ടം. മുടി വെട്ടി കുറയ്ക്കുന്നതാണ് എനിക്ക് ഭയങ്കര അപ്പൊ ഇഷ്ടം. നിങ്ങൾക്ക് മുടി മുറിക്കുന്ന ഇഷ്ടം, ആ, നിങ്ങളുടെ ഭർത്താവ് അതിന് അനുവദിക്കുന്നില്ല. അനുവദിക്കുന്നില്ല. എനിക്ക് ഡിവേഴ്സ് വേണം. ആ മേഡം ഒന്ന് ഇടപെട്ട് എനിക്കൊന്ന് ഡിവേഴ്സ് തന്നെ ഒപ്പിച്ചു അപ്പൊ തരണം. നിങ്ങൾക്ക് മുടി മുറിക്കാൻ സമ്മതമാണല്ലോ. എനിക്ക് മുടി മുറിക്കാൻ സമ്മതമാണ്. ഒരു കാര്യം ചെയ്, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യ്. തനിക്കും മുടി മുറിക്കുന്ന ഇഷ്ടമാണല്ലോ. മുടി മുറിക്കാണ് നല്ലതല്ലേ, മുടി പിന്നെ കാണത്തില്ലല്ലോ. അപ്പൊ താനും ഡിവോഴ്സ് ചെയ്യ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് കല്യാണം കഴിക്കും. അപ്പൊ ആ പ്രശ്നത്തിന് പരിഹാരമായില്ലേ? അപ്പൊ പിന്നെ ഞാനോ മേഡം? ഇയാളുടെ ഭർത്താവിന് മുടി മുറിക്കുന്ന ഇഷ്ടമല്ലല്ലോ, നിങ്ങൾക്കും ഇഷ്ടമല്ല. അപ്പൊ പിന്നെ നിങ്ങൾ അയാളെ കല്യാണം കഴിക്കും. അതിപ്പോ കൊള്ളാലോ. മേഡം വനിതാ കമ്മീഷണർ ആണോ അതോ ബ്രോക്കറാണോ? പെണ്ണുമ്പളെ എന്റെ വായിന്ന് വല്ല ചൊറിഞ്ഞ വർത്താനം കേൾക്കരുത് കേട്ടോ. വനിതകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണല്ലോ വനിതാ കമ്മീഷണർ. എന്നിട്ട് ഞങ്ങൾ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് മേഡം ഇങ്ങനെ ഞങ്ങളെ കടിച്ചു കീറാൻ വരുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും മേഡം? ഞാനിവിടെ പ്രശ്നം പരിഹരിക്കാനായിരുന്നു. നിങ്ങൾക്ക് നല്ല രീതിക്ക് രമ്യതയെ പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. മേഡം പറഞ്ഞതിന്റെ അകത്തൊരു ഇതുണ്ട്. മുടി മുറിക്കാൻ താല്പര്യമാണെങ്കിൽ പിന്നെ ഇത് അങ്ങനെ ഒരു തന്റെ കണ്ണിൽ എന്താ പനിയായിരുന്നോ? ഈ ഫയൽ എന്താ നേരത്തെ കൊണ്ടുവരാഞ്ഞത്? ഇപ്പൊ താൻ എങ്ങനെ കണ്ടുപിടിച്ചോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത്? മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് എടോ പോടാ താനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ സോമാറോട്ടാ. എടോ, ഞാൻ ഈ ഓഫീസിലെ ഓഫീസറാണോ? നീ ഇവിടുത്തെ ഓഫീസറായിരിക്കും. കുടുംബത്തോരം മതി എന്റെ ഭാര്യയടി. ഞാൻ നിന്റെ ഭർത്താവാണ്. ഞാൻ അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. അറിയട്ടെ. അല്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. ആ, എന്റെ പൊന്നു മേഡം, എന്നാ ആദ്യം നിങ്ങളുടെ പ്രശ്നം ഒന്ന് ഇവിടെ ഒതുക്കി തീർക്ക്. എന്നിട്ട് കരക്കാരുടെ പ്രശ്നത്തിൽ ഇടപെട്ടാ പോരെ വനിതാ കമ്മീഷനെ? എന്റെ പൊന്നു ചേട്ടാ, എന്റെ തള്ളയാണ് ഇതിനൊക്കെ കാര്യം. എന്നാ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ കല്യാണം കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് എന്റെ തലയെ കൊണ്ട് വെച്ചതാണ് ഈ സാധനത്തില. 10-20 വർഷമായി ഞാൻ അനുഭവിക്കുന്നു. എന്നാ പിന്നെ ഡൈവോഴ്സ് ചെയ്ത് ദൂരക്കളാ. ചോദിച്ചിട്ട് ഇവിടെ തരണ്ടേ? എന്ത് ഡൈവോഴ്സ്? ഡൈവോഴ്സ് തരുന്നില്ലേ? ഇല്ല. അപ്പൊ പിന്നെ അനുഭവിച്ചോ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തല്ലോ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ താര വിളയാട്ടൊക്കെ വരാനുണ്ട്. ഒരു കുട്ടി ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ രാജേട്ടാ, ഇക്ക, നമുക്കിനി നമ്മുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാനുള്ള സ്റ്റാർസ് വരുന്ന ടൈമാണ് നമ്മുടെ താര വിളയാട്ടം. അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും റെഡിയാണ്. നിങ്ങൾ റെഡിയാണല്ലോ? അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം രഞ്ജു മാഡമൺ. ഹായ് രഞ്ജു. ഹലോ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. Thank you. യെസ്. അപ്പോ നമ്മുടെ താര വിളയാട്ടിലേക്ക് സ്വാഗതം. വിളയാടാൻ റെഡിയാണോ? റെഡി. യെസ്. ഇക്കാസ്, അപ്പൊ നമുക്ക് രാജേട്ടാ, എവിടെ ഈ മാടമൺ എന്ന് പറയുന്ന സ്ഥലം? മാടമൺ എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ശബരിമല റൂട്ടാണ്. രഞ്ജു ഏതെങ്കിലും ട്രൂപ്പിൽ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ? ഇല്ല, ചെയ്യുന്നില്ല. പാഷനാണ് മിമിക്രി. ഞാനൊരു ഫോട്ടോഗ്രാഫർ കം ഡിസൈനറാണ്. ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ ഒരു വേദികളിലൊക്കെ വേദികളിൽ ചെയ്യാറുണ്ടോ പ്രൊഫഷണലായിട്ട്? ഇല്ല, അല്ലാതെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. അതേ ഉള്ളൂ. ഓക്കെ. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഉണ്ണി മുകുന്ദന്റെ ഒരു വോയിസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്ന ഒരു മാനറിസവും ആ ഒരു വോയിസും ഒന്ന് എന്തുണ്ട്, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ ഇവരുടെയൊക്കെ മുമ്പിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഒരു ന്യൂ മൂവി വരുന്നുണ്ട്, ബേബിഡി എന്ന് പറഞ്ഞിട്ട്. ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നുള്ളൂ. എന്തായാലും ഇക്ക കണ്ടതിലൊരു ഇക്ക നമുക്കൊരു പടം എന്തായാലും ഉടനെ ഉണ്ടാവും. ഇക്ക പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. മാഷിക്ക് വേണ്ടി ഒരു രണ്ടൊരു പാട്ട് ഞാൻ പാടാം. പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, ഉദക്കൻ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ,
നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള നാണമെന്ന് ചൊല്ലാമോ. താങ്ക് യു. താങ്ക് യു. അപ്പൊ അടുത്തായിട്ട് വിജയ് സേതുപതിയുടെ ശബ്ദം ഒന്ന് ചെയ്യാം. വിജയ് സേതുപതി. இல்ல ஜானு, நீ இன்னைக்கு பாரு கல்யாணத்துக்கு வந்த ஓரமா ஒரு சைடில் இருந்துட்டு. ஏய் அன்வர், உனக்கு தெரிஞ்ச உங்க ஃப்ரெண்ட் ஒரு பொண்ணை லவ் பண்ணி வச்சுக்கோ. அந்த பொண்ணை அப்படியே அவங்க கூட வெட்டி போடு. உனக்கு அந்த பொண்ணை அவ்வளோ பிடிச்சிருந்தாலும் சரியா, அதை விட்டுட்டு நான் பேசலன்னா நீ பேசல, நான் மெசேஜ் பண்ணலாம் நீ மெசேஜ் பண்ணல, நான் கால் பண்ண நீ கால். டேய் இதெல்லாம் பேர் தெரியுமாடா? எச்சம். லவ் நேரம் பிரச்சனை இருக்கும். ஒரு சண்டை வரத்தாசி, ஒரு கேப் விழுத்தாசி, அந்த கேப்பில் வந்து வச்சுக்கோங்க. உனக்கெல்லாம் 10 வருஷம் பிராணங்களா, ஏன்னா அது அங்கே இங்கே சுற்றி இங்கே தான் வரும். அதுக்காக வேலை நம்ம உண்மையாக பண்ணி வச்சுங்க. டேய் താങ്ക് യു. അപ്പോൾ അടുത്തായിട്ട് പൃഥ്വിരാജിന്റെ പഴയ വോയിസ്. അപ്പൊ ആ ശബ്ദത്തിൽ തന്നെ അദ്ദേഹം തട്ടത്തിൻമറയത്തിൽ നിവിൻ പോളി പറഞ്ഞിരിക്കുന്ന ഡയലോഗ് പൃഥ്വിരാജ് പറയുകയാണ്. ആദ്യം നന്ദനത്തിലെ ഒരു ശബ്ദവും ചെയ്യാം. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അമ്മമ്മയുടെ ഗ്രാമഫോൺ പെട്ടി, യേശുദാസിന്റെ ഗാനങ്ങൾ, പിന്നെ ആ കുട്ടി ബാലാമണി 143, കാറിന്റെ നമ്പർ 143. അപ്പം തട്ടത്തിൻമറയത്തിലെ ഡയലോഗ് കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ആയിഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് ഓരോ തവണ വെളിച്ചത്തിലേക്ക് വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കൂടി കൂടി വന്നു. അന്ന് ആ വരാന്ത വെച്ച് ഞാൻ ഉറപ്പിച്ചു, ഓളെ മറ്റൊരുത്തനും വിട്ടു കൊടുക്കൂലെന്ന്. ഓളെ എന്റെയാ. താങ്ക് യു. അടുത്തായിട്ട് നമുക്ക് ഈ ടിക്ടോക്കിലൊക്കെ വൈറലായിട്ട് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്ത ഫുക്രു, ഫുക്രുവിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. ഫുക്രു ഇപ്പൊ ലൈവായിട്ട് സംസാരിക്കുകയാണ്. എല്ലാവരുടെ അടുത്ത് ലൈവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന്. എന്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താമസിക്കാടെ ഒരു പരിപാടിയൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അതുപോലെ തന്നെ എനിക്ക് എന്നാ സംഭവം അറിയോ, ഞാനിത് പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമർ അക്ബർ, അതിനകത്ത് നമ്മുടെ ആസിഫിക്ക ഇല്ലേ, ബൈക്ക് സ്റ്റാൻഡ് ചെയ്യത്തില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഇതുപോലെ ഫ്രണ്ടൊക്കെ പൊക്കി ഓടിക്കും ഇടയ്ക്ക് ബൈക്ക്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇക്ക. എവിടെയാണ് ഫുക്രുവിന്റെ സ്ഥലം? ഞാൻ കൊല്ലത്തുണ്ട്. ഓ, അതുപോലെ ഇപ്പം ഞാനൊരു ഡാൻസ് കളിച്ചെന്നുള്ള സംഭവം ശരിയാ. പല ആർമിക്കാരും എനിക്ക് ഇതുവരെ പരാതിയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, കാരണം നമുക്ക് ചങ്സ് ഉണ്ട്, പിള്ളേരുണ്ട് നമ്മളോട്. ഇപ്പൊ ഫുക്രു ടിക്ടോക്കിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? അയ്യോ, ഞാനൊരു സാധനം ചെയ്ത് ഇച്ചിരി വൈറലായപ്പോഴേ അത് ബാൻ ചെയ്തു സംഭവം. അമ്മാര് ബാൻ ചെയ്തേ. ഇത് കളിയാ, ഇതേ സംഭവം എന്ന് പറയൂ, വേറെ കളിയാ. താങ്ക് യു. അപ്പൊ അവസാനമായിട്ട് ടിനിച്ചേട്ടന്റെ ഒരു സ്പെഷ്യൽ ചിരിയുണ്ട്. ടിനിച്ചേട്ടന്റെ ഒരു സ്പെഷ്യൽ ചിരിയുണ്ട്, അതൊന്ന് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. കാരണം എന്റേതെന്ന് പറയുന്ന രീതിയിൽ പല കോമഡികളും ഞാൻ ഈ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോ എനിക്കില്ലേ രാജേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ സംഭവം ഇതിനകത്തൊരു ബ്രില്യൻസ് ഒക്കെ വേണമല്ലോ. അത് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്ത പഞ്ചിങ് ക്ലൈമാക്സ് ഉണ്ടല്ലോ, കറക്റ്റാ. അതിന്റെ സ്ക്രിപ്റ്റും കറക്റ്റാ. ശരിക്കും നമ്മുടെ ഈ പ്രോഗ്രാമിനിടയ്ക്ക് അതൊരു സബ്ജക്റ്റ് ആക്കി മാറ്റിയിട്ട് അതിന്റെ കൂടെ തന്നെ ചോദിക്കുമ്പോൾ അതിന്റെ ഒരു ക്രിയേഷൻ ഉണ്ടല്ലോ, അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പാഷനാണ് മിമിക്രി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വന്ന പലർക്കും ഇല്ലാത്ത ഒരു കോൺഫിഡൻസ് രഞ്ജുവിനുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വോയിസ് ഭയങ്കര രസമായിരുന്നു. എന്താണ് നമ്മുടെ തമിഴ് വിജയ് സേതുപതിയുടെ വോയിസ് ഗംഭീരമായിരുന്നു. നന്നായിരുന്നു രഞ്ജു കേട്ടോ. ഈ പാഷൻ വിടണ്ട, ഇത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഉറപ്പായിട്ടും. താങ്ക് യു രഞ്ജു, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ഈ താര വിളയാട്ട് എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ വന്ന് ഞങ്ങളെല്ലാവരും എന്റർടൈൻ ചെയ്തു, ഞങ്ങളുടെ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്തതിന് ഒരു ടോക്കൺ ഓഫ് ലവ് ഉണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന്. വിത്ത് ദാറ്റ് എ ലോട്ട് ഓഫ് ബിഗ് താങ്ക്സ് ഫോർ യു ഫോർ കമ്മിങ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ടാണ്. നാദിക പ്ലീസ്. ഇതേപോലെ നിങ്ങൾക്കും വന്ന് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അറിയാലോ, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഒരു പെർഫോമൻസ്, നിങ്ങളുടെ ഒരു ടാലന്റ് ഷോക്കേസ് ചെയ്യുന്ന ഒരു 4-minute വീഡിയോ അയക്കുക. അപ്പം നമുക്ക് നിങ്ങൾക്കും ഇവിടെ വന്ന് ഇതുപോലെ തന്നെ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പം നമുക്കൊരു ഷോർട്ട് ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.
വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ ഇനി വരാൻ പോകുന്നത് കോമഡി ബ്രദേഴ്സ് ആണ്. സോ ലെറ്റ്സ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിമാരുടെ അനുവാദത്തോടു കൂടി ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. തീർച്ചയായിട്ടും. വലത് കാല് വെച്ച് സന്തോഷമായിട്ട് അകത്തോട്ട് കയറിയാട്ടെ. താക്കോല് കൈ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം. സത്യം സത്യം. ഒരു മനസ്സുഖം എന്ന് പറയുന്നതാണ്. വലത് കാല് വെച്ച് കയറി വഴക്കം തുടങ്ങി തോന്നുന്നു. ഇവരാ? അയ്യോ, നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് ഇങ്ങനെ നടന്ന് വീഴുന്നത്? ഞാൻ കരഞ്ഞല്ല ഏട്ടാ, സന്തോഷം കൊണ്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര നാളായി ഇങ്ങനെ ഒരു കിടപ്പാടം ഉണ്ടാക്കാൻ കൊതിക്കുവാ. ഇത് ശരിക്കും സ്വപ്നമാണോന്നാ ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് ഒരു ഭാഗ്യം തന്നെയാണ്. സന്തോഷിക്കല്ലേ? അതെ 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 അതെ. 6 മാസം കൊണ്ട് ഒരു വീട് വെച്ച് തരാന്ന് പറഞ്ഞിട്ട് വർഷം 1 ആയി. വൃത്തിയായിട്ട് ചെയ്തൊന്നില്ലേ? സന്തോഷം സന്തോഷം. മനോഹരമായ വീടാണ്. ആ പുടവഞ്ഞെടുത്തോ മേച്ചിരിമാർക്കുള്ള പുടവ കൊടുത്തേക്കാം. പൈസ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊക്കെ വാങ്ങിച്ച് പൈസ കളയേണ്ട കാര്യം അല്ല, അത് കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാട്ടു നടപ്പല്ലേ ചെയ്യണ്ടേ നമുക്ക്. അതുകൊണ്ട് സന്തോഷം സന്തോഷം നടക്കട്ടെ. ഇതെന്താ പരിപാടിയാണ് ഇത്? നല്ല ആത്മാർത്ഥമായിട്ട് പെയിന്റിങ് ചെയ്ത ഞാനല്ലേ? അപ്പൊ ഈ കോടിമുണ്ട് അവർക്ക് 2 കൊടുത്തത്, പിന്നെ എനിക്ക് മാത്രം എന്തിനാണ് ഈ നിക്കറ്? മണി, നിന്റെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ നീ ഈ 2 താണ്ട് ഈ ഷെയ്ഡില്ലേ, ഈ ഷെയ്ഡ് പെയിന്റ് അടിക്കുന്ന സമയത്താണ് നിന്റെ ആത്മാർത്ഥത ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത്. നിനക്ക് അത്യാവശ്യം വേണ്ടത് ഇതാണ്. പെണ്ണുങ്ങളുള്ള വീട്ടിൽ പോകുമ്പോ നീ അത്യാവശ്യം ഇതിടണം. ഇത് വേണ്ടേ? വേണം വേണം, തീർച്ചയായിട്ടും. അണ്ണാ അങ്ങനെ സംസാരിക്കരുത്. ഇവരെ പോലെ അല്ല ഞാൻ. ഞാൻ സ്വതന്ത്രമായിട്ടൊരു പണിയെടുത്ത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നിന്റെ ഈ സ്വാതന്ത്ര്യത്തിന് ഒരു കൂച്ചു വിലങ്ങെന്ന് കരുതിയാൽ മതി. ഇത് ആരാ വന്നേക്കുന്നതാണ്ടോ? പ്രത്യുമ്നൻ. കറക്റ്റ്. എല്ലാ ചടങ്ങിനും അല്ലേ കറക്റ്റ് ആയിട്ട് ഞാൻ എത്തും. അറിയോ കക്ഷിയെ? എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് പ്രത്യുമ്നൻ. പിന്നെ മുറ്റ വീടാ കേട്ടോ. അടിപൊളി വീടാ. ഈ പഞ്ചായത്തിലൊന്നും ഇതുപോലെ വേറെ വീടില്ല. നമുക്കേ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അങ്ങനെ ചെയ്ത് നോക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഇത് ഞാൻ ഇവിടെ കാണിക്കും. മേശ്രിമാരി ഇതൊന്ന് കാണും. അത് സാരമില്ല, ഞാൻ ചെയ്യുന്ന ഇത് മാന്യത ഇല്ലാത്ത കേസാണ്. അല്ല, എനിക്ക് അത്രയും വിഷമമുള്ളതുകൊണ്ടാ ഞാനത്. കൃഷ്ണനും രാധ കണ്ടോ? എത്ര കൃഷ്ണൻ രാധ എനിക്ക് കൊണ്ടു തന്നു. എന്റെ കല്യാണം വിളിച്ചു, കല്യാണത്തിനും കൊണ്ടുവന്നത് കൃഷ്ണൻ രാധേ. വെഡിങ് ആനിവേഴ്സറിക്കും കൃഷ്ണൻ രാധേ. അതെ, അത് കഴിഞ്ഞിട്ട് എന്റെ കൊച്ചിന്റെ നൂലുകെട്ട് അന്നും കൊണ്ടുവന്ന് കൃഷ്ണൻ രാധേ. ഇതും കൂടെ വെക്കുമ്പോ ദാ എന്റെ ബെഡ്റൂം ഒരു വൃന്ദാവനാവും. ഇത്രയും കൃഷ്ണൻ രാധ എവിടെ നിന്ന് കിട്ടി? സത്യം പറ. ഈ സമയത്തൊക്കെ ഇതാ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് കൊണ്ടുവന്ന. പിന്നെ ഈ വീടിന്റെ പെയിന്റിങ് പറയാതിരിക്കാൻ പറ്റില്ല രമേശ. സൂപ്പർ എന്ന് പറഞ്ഞാ സൂപ്പർ പെയിന്റിംഗ് എന്ന് പറഞ്ഞാ ഇത് ആരുടെ കഴിവാന്നറിയോ? ഇദ്ദേഹത്തിന്റെ മണിയുടെ. ഞങ്ങളുടെ ബെഡ്റൂമിൽ 1-ാം തരം ഒരു മഴവില്ല വരച്ച് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാലും ഞാൻ പോയിട്ടോ ആ സംഭവം. എന്ത് രസാ അത്. ബെഡ്റൂമിലോ? ഞാൻ കാണിച്ചു തരാം. നീ എന്ത് മഴയില്ല എവിടെ വരച്ചു വെച്ചേക്കുന്നു? എടാ ഒന്നും പറയണ്ട, ഞാനൊരു ബംഗാളി ചെറുക്കൻ ഇവിടെ പണിക്ക് കൊണ്ടുവന്നായിരുന്നു. എന്നിട്ട് ഞാൻ അവന്റെ അടുത്ത് അന്ന് പറയടാ, ഇനി നിനക്ക് നാളെ തൊട്ട് ഇവിടെ പണിയില്ലെന്ന് പറഞ്ഞു. ആ ദേശത്തിന് അവൻ പെയിന്റ് മുക്കി ഒരു ഒറ്റ വീശായിരുന്നു. അതാണ് ഈ പറഞ്ഞ മഴവില്ല്. സാധാരണ മഴവിൽ 7 നിറമല്ലേ? അതെ, ഇതിപ്പോ 14 ഉണ്ടല്ലോ. ശരിയാ മണി, 14 നിറമുണ്ടോ? ഇത് 14-15 അല്ലേ നിറമുണ്ടല്ലോ. ബംഗാളിൽ എങ്ങനെയൊക്കെ ഉണ്ട്? ബംഗാളല്ല, പല രാജ്യത്തും പല മഴവില്ലല്ലേ. അതെ അതെ, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. അകത്തേക്കും അരിയും. അല്ല, ഭക്ഷണം കഴിക്കാം. നീ അങ്ങോട്ട് ചെന്ന് അത് റെഡിയാക്കി വെച്ചു. അല്ല, ഈ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാലേ ആദ്യം ഇപ്പൊ എങ്ങനെയാ? ആദ്യം നമ്മൾ സാധാരണ കൈ കഴുകുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതെ, നല്ല ഉദ്ദേശിച്ചത്. എന്നതാ കിടന്ന ഭക്ഷണത്തിന് മുമ്പ് 2 അടിക്കണ്ടേ? തെളിച്ചു പറയാൻ പറ്റേ? അതിപ്പോ ഞാൻ പറയാം. അതെ, ഭക്ഷണം കഴിക്കാൻ പോകല്ലേ, അതിനു മുമ്പ് നമുക്ക് ചുണ്ടം നനയ്ക്കണ്ടേ? ചുണ്ട് നനയ്ക്കാനാണെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രഞ്ച് കിസ് അടിച്ച് കളിക്കാം. അതല്ല രമേശ, നമ്മൾ ഈ ഭക്ഷണത്തിന് മുമ്പേ ഒരു ഓളമൊക്കെ അയ്യോ, നീ എത്രയും പെട്ടെന്ന് ആ ഓട്ടോക്കാരൻ മനോജിനെ വിളിക്കണം. എന്നിട്ട് ഈ 3 പേരെയും വേമ്പനാട്ട് കായലിൽ കൊണ്ടാക്കണം. എന്നിട്ട് അവിടെ കാലിട്ടടിക്കട്ടെ, നല്ല ഓളക്ക്. അതായത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 അടിക്കണം, കുപ്പിയൊന്നും ഇല്ല. എന്റെ മേശിരിമാരെ, നല്ലൊരു ദിവസമായിട്ട് എന്റെ കുടുംബത്ത്
ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം ഞാൻ കേട്ടില്ല എന്ന് ഒരു തീരുമാനം എടുത്തു. അല്ല അത് ശരിയല്ലല്ലോ ഈ അല്ല, കാരണം ഒന്നാമത്തെ കാര്യം എന്തോരം പ്രശ്നങ്ങളാണ് നടക്കുന്ന ഓരോ വീടുകളിലും മദ്യത്തിന്റെ പേരിൽ. അല്ല അത് കുഴപ്പമില്ല, ഉറപ്പാണല്ലോ. ഇല്ലല്ലോ സാധനം ഇല്ല, അത് വേണ്ടെന്ന് തീരുമാനിച്ചതാ. വേറെ എന്ത് വേണോ നിങ്ങൾക്ക്? ഞങ്ങളെന്നാ അങ്ങോട്ട് മാറുവാ. അല്ല ഭക്ഷണം കഴിച്ചു പോവാ നമുക്ക്. അല്ല ഭക്ഷണം ഞങ്ങൾ പോകുന്ന വഴി ഒരു ബിരിയാണി കഴിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. പക്ഷെ നമ്മൾ ഇന്നാൾ അവിടെ നമ്മുടെ സാബുവിന്റെ വീട് പണിതില്ലേ കഴിഞ്ഞ മാസം, ഞങ്ങൾ ആ വീട് പണിത് ഇതുപോലെ സാബു ഞങ്ങൾക്ക് സാധനം ഒന്നും തന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി, അതായത് ഞങ്ങൾ ഇച്ചിരി മനസ്സ് വിഷമിച്ച് ഇറങ്ങിയത്. 3 ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ സൈഡിൽ നിന്നൊരു പ്ലാവ് മറിഞ്ഞു വീണ് ആ വീട് അങ്ങ് പോയി. ഇത് ശപിച്ചതൊന്നും അല്ല കേട്ടോ. ചേട്ടാ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങ് വാങ്ങിച്ചു കൊടുക്ക്. ഇതിന്റെ പുറകിൽ ഒരു മരം നിൽക്കും, അറിയാവോ? അയ്യോ ശാപം മരിച്ച് തലേ വെക്കണ്ട. ഞാൻ എടി ഇന്ന് ഒന്നാമത്തെ കാര്യം ശനി ഞായർ എവിടെ നിന്ന് മദ്യം എടുക്കാനാണ്? എന്റെ ദൈവമേ, കഴിഞ്ഞ 1.5 മാസമായിട്ട് ലോക്ക്ഡൌണുമായിട്ട് പെരക്കാത്തിരുന്ന് മുഴുക്കൂടി എങ്ങും മദ്യം കിട്ടാനില്ലാഞ്ഞിട്ടും ഇപ്പൊ ഈ ശനി ഞായറും പറഞ്ഞോണ്ടിരിക്കാതെ എവിടുന്നേലും വാങ്ങിച്ചോണ്ട് കൊടുക്ക്. എവിടെന്നെങ്കിലും കിട്ടൂടാ. ഒരു കാര്യം ചെയ്യും, പട്ടാളക്കാരൻ നാരായണല്ലേ അവിടെ സാധനം കൊടുക്കുന്നുണ്ട്. നീ ആ മൊബൈലിൽ ഇങ്ങോട്ട് പാടി വിളിച്ചാ കിട്ടുമോ? കിട്ടും, ഞാൻ വിളിച്ചു നോക്കാം. അല്ല മെസ്സേജ് വരെ നിക്കേ ഒരു കുഴപ്പമില്ല. ഹലോ, ഞാനാണ് തെക്കവിളേന്ന് രമേശനാണേ. ഹിന്ദി അല്ലേ? രമേശന്റെ പിന്നെ എന്റെ വീടിന്റെ പാലയച്ചൻ എന്തോ ഹിന്ദി പറയുന്നത്. പാലെന്ന് പറഞ്ഞാൽ ദൂത്ത് കാച്ചെന്ന്, അതെന്താ നീ എന്തായാലും വെച്ച് കാച്ചു? അല്ല എന്റെ ദൂത്ത് കാച്ചാണേ. അപ്പൊ ഒരു ബോട്ടിൽ വേണമായിരുന്നു ലിക്കറേ. ആ ശരി, പ്രത്യേകം അങ്ങോട്ട് വിടാം, അറിയാലോ. ആ ശരി ശരി പോകുന്ന അറിയാം. കൊടുത്തു വിട്ടാ മതി. ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കും. എങ്ങനെ വല്ലതും നടക്കുമോ? കിട്ടുമോ? എന്റെ പൊന്നു ഈ ചടങ്ങൊക്കെ ബേശിരി ഏൽപ്പിക്കുന്നതാണ്. അപ്പൊ തുടങ്ങാൻ അകത്തോട്ടിരുന്ന് ആരും അറിയാതെ കഴിക്കാം. എവിടെ പോണു? അല്ല ഇതാകുമ്പോ സേഫ് ആയിട്ട് ആരും അറിയത്തില്ല. ഇല്ല, നല്ലൊരു ദിവസമായിട്ട് എന്റെ വീട്ടിൽ മത്തി കയറ്റാൻ പറ്റത്തില്ല. ആ കിണറ്റിന്റെ അവിടെ പോകും. കൊണ്ടുവരാൻ നോക്കും. രമേശൻ നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ, രമേശൻ, മണി, ദേവദാസ്, രാജീവ്, എല്ലാരും ഉണ്ടല്ലോ. എന്താ കിണറിന്റെ ചുറ്റിൽ എന്താ? വെറുതെ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി കാറ്റ് കൊള്ളാൻ വേണ്ടിയാണല്ലോ അല്ലേ? അതെ. പണ്ടേ നിങ്ങൾക്കൊക്കെ കാണുമ്പോ എന്നോടൊരു ബഹുമാന കൂടുതലുണ്ട്. പക്ഷെ ഇവൻ അന്നും ബഹുമാനമില്ല. ഇവ മുണ്ട് മടക്കി കുത്തിരിക്കുന്നുണ്ടോ? മുണ്ടഴിച്ചിട്രാ. മാഷിനെ കാണുമ്പോ ഇങ്ങനെയാണോ ബഹുമാനിക്കുന്നത്? പകുതി ബഹുമാനം മനസ്സിലുണ്ട് സാർ. 2 കൈ കൂപ്പി ബഹുമാനിക്കണം. കടിച്ച് പൊട്ടിച്ചു ഞങ്ങട്ടാ. കരുണാതൻ കാതലേ കൈതൊഴാ, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാ, കരുണാതൻ കോവിലേ കൈതൊഴാ, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാ. എനിക്ക് എന്റെ പഴയ ശിഷ്യനെ തിരിച്ചു കിട്ടിയല്ലോ. മാഷിനെ കിട്ടി, പക്ഷെ ഞങ്ങൾക്ക് പോയി. അല്ല, മാഷിനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമായി പോയി എന്ന് പറയുമായിരുന്നു. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? പിന്നെ എങ്ങനെ രമേശിങ് വന്ന് പിന്നെ കാര്യം ചോദിക്കുകയാണ്. എല്ലാ വീട്ടിലും ഫംഗ്ഷനും നല്ല നല്ല ചടങ്ങുകൾ കൊടുക്കുമ്പോൾ മദ്യമാണ് അലങ്കോലപ്പെടുത്തുന്നത്. അതുപോലെ വല്ല കാട്ടുറമോ പ്ലാനോ വല്ലോ ആണോ? ഇല്ല, പക്ഷേ അങ്ങനെ ഒരു കാര്യമല്ലല്ലോ. അറിയാലോ, രായപ്പന്നാറുടെ വീട്ടിൽ നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. മദ്യം ഒരൊറ്റ ഒരു സംഭവം കാരണമാണ് ആ കയറി താമസം അലങ്കോലായി പോയത്. അങ്ങനൊന്നും വരരുത്. കൂട്ടുകാരെയൊക്കെ എനിക്കറിയാം കേട്ടോ. എല്ലാരും നേരത്തെ സന്ധിക്കുമ്പോ വീട്ടിൽ ചെല്ലാൻ നോക്കണം. ഞാൻ വീടിനൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് വരട്ടെ കേട്ടോ. മേശിരി 1-2 രൂപയുടെ സാധനമല്ല, 6000 രൂപയുടെ സാധനം ഇപ്പൊ കിണറ്റിലിട്ടേക്കുന്നത്. മര്യാദക്ക് എടുത്തു. അല്ല, കാര്യം ഞാൻ പണിത കിണറാണ്. പക്ഷെ എനിക്ക് ഇതിനിടയ്ക്ക് പലകയൊക്കെ ഇട്ട് ഇങ്ങനെ നിലയുണ്ടാക്കിയാലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ പെയിന്ററാണ്, എനിക്ക് കുതിര വേണം. അയ്യോ, ഞാൻ എങ്ങനെ ഇറങ്ങും? പിന്നെ നിന്റെ കിണറ്റി വേറെ ആരിറങ്ങാൻ? നീ ഇറങ്ങടാ. ഞാനോ? നീ എന്നാ സിന്ധു ചേച്ചിയുടെ കിണറ്റി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് വേറെ ഇരിപ്പോ. പക്ഷെ അത് അങ്ങനെ ഇറങ്ങിപ്പോ ഇത് പറ്റത്തില്ല. ഒന്ന് ഇറങ്ങടാ. എടാ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിനകത്തൊക്കെ ഞാൻ അങ്ങനെ ഈ പാലും ഒക്കെ ഇട്ടുണ്ട് ഇറങ്ങും. എടാ, നിനക്ക് ഓർമ്മയുണ്ടാടാ കൊച്ചുനാളില് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതിരുന്ന നീ എന്റെ പാത്രത്തിൽ നിന്ന് എത്രയാ? നിർത്ത് ഞാൻ ഇറങ്ങിക്കോളാം. അതെ, എന്റെ ഭാര്യയിലോട്ട് പോവല്ലോ. മിണ്ടായിടാം. പായലെടുക്കാൻ വന്നല്ലോ ഞാൻ. പോട്ടെ നാട്ടു പോ. തപ്പി നോക്ക്. കിട്ടിയോ? പൊട്ടിക്കല്ലേ. വീടൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇതെന്താ? ഒന്നുമില്ല, പക്ഷേ
കാര്യം വീട്ടിൽ കയറി താമസമല്ലേ മാഷേ, അപ്പൊ ഒരു കിണർ പൂജ എന്നൊരു ചടങ്ങുണ്ട്. നല്ല കാര്യമാണ്. ആചാരങ്ങളൊന്നും ബാക്കി വെക്കല്ലേ. മേസ്ത്രിയുടെ ഒരു ആചാരപ്രകാരം കിണറിനോട് അനുവാദം ചോദിച്ചിട്ട് വേണം അതിന് വെള്ളം കോരാൻ. അല്ല, വീടിന്റെ ഓണറല്ലേ കിണറിനോട് അനുവാദം ചോദിക്കേണ്ടത്, ഇവനാണോ? അല്ല, എനിക്ക് കിണറ്റി ഇറങ്ങാൻ അറിയില്ല. അപ്പൊ കക്ഷിയെ കൊണ്ട് ഇറക്കി അനുവാദം കിട്ടിയോ? പൊട്ടാത്തോണ്ട് കിട്ടി. തൊടി പൊട്ടാത്തോണ്ട് കിട്ടിയെന്ന് പറയുവായിരുന്നു. ആചാരങ്ങളൊന്നും ബാക്കി വെക്കല്ലേ, കാരണവന്മാര് പൊറുക്കുകയല്ലേ കേട്ടോ. വീടൊക്കെ നന്നായിരുന്നു. നീ വന്നേ. അപ്പൊ രമേശ എല്ലാം പറഞ്ഞ പോലെ ഞാനങ്ങ് പോവാണ്. അറിയാമല്ലോ, അവർക്ക് കാട്ടുറമ്പൊന്നും മേടിച്ചു കൊടുത്തേക്കരുത് കേട്ടോ. ഓക്കെ. ആ അപ്പൊ രമേശ, ഇതെന്താ രമേശ? മേസ്ത്രിമാർക്ക് അവരുടെ ഒരു സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ കാട്ടുറമ്മ മേടിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞില്ലേ? അല്ല, ഇത് കാട്ടുറമ്മ അല്ല, പിന്നെ ഇത് 6000 രൂപയുടെ സ്കോച്ച് റമ്മ. 6000 രൂപയുടെ സ്കോച്ച് വിസ്കി. ഇത് 6000 രൂപയുടെ സ്കോച്ചോ? കളിപ്പിക്കാൻ നോക്കുന്നു മാഷിനെ. 6000 രൂപയുടെയോ? നോക്കട്ടെ. അല്ല മാഷ് ശരിയാ, കാട്ടുറമ്മല്ല. 6000 രൂപയുടെ സ്കോച്ച് വിസ്കി. ഇത് മാഷ് എത്ര കഴിച്ചു? മാഷ് ഒരു 90 കഴിച്ചു. 90 കഴിച്ചു. ബാക്കി ഇത് എത്രയുണ്ട്? അത് 30. ഇത് 30 ഉണ്ട്. ഇത് എത്രയുണ്ട്? 60. ഇത് 60 ഉണ്ട്. ഇത് എത്രയുണ്ട്? ഇതും 60 ഉണ്ട്. അപ്പൊ ഇത് 60, ഇത് 60, ഇത് 30. ടോട്ടൽ എത്രയുണ്ട്? 120. 120 ആണോ? അല്ല, 60, 60, 30 എത്രയാ? 190. 150. അപ്പൊ ഈ 60, 60, 120, 30, 150 30 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 30 പോയി കഴിഞ്ഞാൽ പിന്നെ 80. 80 ആണോടാ? അല്ല. എടാ 80 ആണോ? അല്ല. 60, 30 പോയി കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള 60, 120 ആണ്. ആ 120 നിന്ന് ഒരു 60 കൂടെ പോയി കഴിഞ്ഞാലോ പിന്നെ എത്രയുണ്ട്? പിന്നെ 30. 30 അല്ല 60. ഈ 60 കൂടെ പോകത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഈ 60 പോകാൻ നമുക്ക് ബാലന്റെ കടമെടുത്താലോ? ബാലിന് കച്ചവടം ഇല്ലല്ലോ. അതല്ലെന്ന്, ബാലിന്റെ വീട്ടിൽ നിന്ന് കടമെടുത്ത് കഴിഞ്ഞാൽ ഈ 60 പോകത്തില്ലേ? അല്ലല്ല, അങ്ങനെ കടം മേടിക്കുന്ന കാര്യം ഒന്നും പറയല്ലേ മാഷെ. ഇത് ഞാൻ തന്നെ ഒത്തിരി കടം മേടിച്ചാ ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നു. ഇത് കൊള്ളാം കേട്ടോ. കഴിഞ്ഞു നിങ്ങൾ കഴിച്ചു. സന്തോഷമല്ലേ ഇത്? കഴിച്ചു. എല്ലാ കാര്യത്തിലും നിങ്ങളെ ചുറ്റിക്കാൻ പറ്റും. എങ്ങനെ ആണെങ്കിലും മദ്യപിക്കുന്നതിനിടയ്ക്ക് ഈ സമക്ഷത്തിൽ ഇവക്കെന്ത് കാര്യം? എന്റെ ഭാര്യ. ആരുടെ ഭാര്യയാണ് ഞാൻ? നിന്റെ ഭാര്യയായത് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇവൻ നേരത്തെ ഒരു കല്യാണം കഴിക്കുന്ന എമ്പന്റെ വീടായനെ ഓരോ വെള്ളപ്പൊക്കം വരുന്ന സമയത്തും എന്റെ കുടുംബത്തിലോട്ട് ഇവൻ കിടക്കാൻ കെട്ടുകൊക്കെ എടുത്തോണ്ട് വരുന്ന കാര്യമുണ്ടോ? നമ്മൾ വെള്ളം അടിക്കുന്നത് ഒരു സ്ത്രീയാണോ ഒന്ന് മത്തി കുളിക്കളി വെക്കുന്നത് ആഹാരം കഴിക്കാൻ? ഞാനെ വിളിക്കണ്ടേ? അതിന്റെ ഗ്രഹനാഥം വിളിക്കണം. സംശയമുണ്ടോ? അയ്യോ, ഞാൻ വീട്ടിൽ പോകത്തില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ റിട്ടയർഡ് മിസ്സസ് ലക്ഷ്മിക്കുട്ടി ടീച്ചറില്ലേ എന്റെ ഭാര്യ, ചൂര് പിടിക്കാൻ അടിക്കും. അല്ല, മദ്യപിച്ച് കഴിഞ്ഞാൽ അവൾ അപ്പ ചൂര് പിടിക്കാൻ വേണ്ട. ഒരു കാര്യം, ഞാൻ ഇവിടെ എവിടെയും കിടന്നോളാം. ഒരു പായം തന്നെ ഇവിടെ എവിടെയും ഞാൻ കിടന്നോളാം. ഞാൻ ഇവിടെ കിടന്നോളാം. എത്രയോ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിന് നീയും ഭാര്യ എന്റെ വീട്ടിൽ വന്ന് കിടന്നിട്ട് ഞാൻ ഇവിടെ കിടക്കാൻ മേലെ. അല്ല, ഞാനിവിടെ കിടന്നോളാം. ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞില്ലേ? നമ്മൾ എന്ത് ഫംഗ്ഷൻ നടന്നാലും അവിടെ കാട്ടറമ്മ കൊടുക്കരുത്. രമേശ് പിപ്പി, 4 ബഗ് അടിച്ചെന്നാൽ അത് സ്കോച്ച് വിസ്കി ആണേലും അത് കാട്ടുറമ്മിന് തുല്യമേ. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ഇക്കാസ് രാജേട്ടാ, നമ്മൾ ഇന്നും ഒരുപാട് എൻജോയ് ചെയ്തു അല്ലേ? കുറെ കഥകൾ പറഞ്ഞു, ഒരുപാട് ചിരിച്ചു. നിങ്ങളും എൻജോയ് ചെയ്തു, ഒരുപാട് പൊട്ടിച്ചിരിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ കൂടുതൽ ഫണ്ണുമായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. Costume courtesy for Nadir Shah and Kottayam Nazir, London Classic Casual Shirts. Costume courtesy for Gopika, Akira by Shinu Ushas. Jewelry courtesy for Gopika, Himani, the Jewelry Store.